ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചതാണിത്. ഇനി ഇതൊന്ന് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തതുകൊണ്ട് ആ വെള്ളം വെച്ച് തന്നെയാണ് ഞാൻ വേവിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാള ഇട്ട് ഇളക്കി കൊടുക്കണം. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ ബീൻസോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ വേവിക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഗോതമ്പിൽ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, ഒട്ടും കൂടുതലില്ലായിരുന്നു. ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഗോതമ്പിൽ ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പിടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കണം, അതായിരിക്കും നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവ് ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.